നല്ല വിദ്യാഭ്യാസം കൊടുക്കുക തന്നെ വേണം. അതിനെതിരെയല്ല ഈ വീഡിയോ. കഴിഞ്ഞ ഒരു ജനറേഷനിൽ കമ്പോളവൽക്കരണത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ ഒരുപാട് പരസ്യ വാഗ്ദാനങ്ങളിലും മോഹന വാഗ്ദാനങ്ങളിലും ഒക്കെ കുടുങ്ങി പല കോഴ്സുകളും മനുഷ്യർ ഓപ്റ്റ് ചെയ്തു. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു തൊഴിൽ, ഒരു വരുമാന മാർഗമാണ് ആവശ്യം, അല്ലേ? അപ്പോൾ അതിൻ്റെ തൊഴിൽ സാധ്യത നല്ല വരുമാനമാണോ അല്ലയോ എന്ന് നമുക്കൊരു ബോധ്യം വേണം. അത് മറ്റു മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന മേഖലയാണോ അല്ലയോ എന്നൊരു ബോധ്യം വേണം. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു കോഴ്സിലേക്ക് എടുത്ത് ചാടാൻ. പലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ തൃപ്തിയില്ലാത്ത, താല്പര്യമില്ലാത്ത കോഴ്സുകളിലേക്ക് സമൂഹത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ തള്ളിവിടാറുണ്ട്. മാനസികമായി ഒരു താല്പര്യവുമില്ലാതെ ഈ കോഴ്സുകൾക്ക് പോയി പലപ്പോഴും വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ താല്പര്യം പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ആ കോഴ്സിലേക്ക് നമ്മൾ എടുത്ത് ചാടുമ്പോൾ തന്നെയായാലും വരുമാനമാണ് അതിലെ ഒരു പ്രധാന ഭാഗമെന്ന് മനസ്സിലാക്കുക. ശുദ്ധമായ വരുമാന മാർഗം. അതിന് ഇങ്ങനെ കോഴ്സുകൾ ചെയ്താലേ കഴിയുകയുള്ളോ ഇല്ലയോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഒരുപാട് ആധുനിക ചെറുപ്പക്കാർ, വളരെ സന്തോഷമുള്ള കാര്യമാണ്, ശുദ്ധമായ വരുമാനത്തിനായിട്ട് ഒരുപാട് ജോലികളിൽ സ്വയം ചെറിയ ചെറിയ സംരംഭങ്ങൾ, വളരെ നല്ല ശുദ്ധമായ വരുമാനം അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്. അതുപോലെ ഊബർ ടാക്സി ഓടുന്ന ആൾക്കാർ, കുറേ റിസ്ക് ഫാക്ടേഴ്സ് അതിലുണ്ട്. അത് ഏത് ജോലിക്കും ഉണ്ട്. സ്വന്തം സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പലതരത്തിൽ ആളുകൾ ആ വാഹനത്തിൽ കയറാം. അതുപോലെ സ്വിഗ്ഗി, സുമാറ്റോ പോലെയുള്ള സർവീസ് സെക്ടറുകളൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് കാലത്ത് ഈ പത്രമിടാൻ പോകുന്ന ഒരു ശീലം, പക്ഷെ പല മാതാപിതാക്കളും ഇതൊന്നും അനുവദിക്കൂല. ഒരു സോഷ്യൽ കൾച്ചർ, സ്റ്റാൻഡേർഡ്, ഒരു ദുരഭിമാനം വെച്ചിട്ട് ആ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആ പ്രായത്തിൽ ഇതുപോലെ വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാത്ത തൊഴിലുകളിലേക്ക് അന്ന് വിട്ടിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മാതാപിതാക്കൾ ഒരിക്കലും പലിശയിൽ തൊട്ട് ഒരു കോഴ്സിലേക്കും ഒരു മക്കളെയും കൊണ്ട് ചാടിക്കരുതേ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത്, അത്തരം കോഴ്സുകളിലേക്ക് മാത്രമാണ് മക്കളെ നിങ്ങൾ ആക്കേണ്ടത്. എന്തിനായി ആക്കുന്നത്? വരുമാനമല്ലേ. അപ്പോൾ ആ ഒരു വരുമാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ അസ്വസ്ഥത വളരെ ഭീകരമായിരിക്കും. ഒരുപാട് ലക്ഷങ്ങൾ കടമെടുത്ത് അല്ലെങ്കിൽ പലിശയ്ക്ക് എടുത്തുകൊണ്ട് പിന്നീട് ആ പലിശ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ പെടുന്ന പെടാപ്പാട്, മാതാപിതാക്കൾ പെടുന്ന പെടാപ്പാട്, വീട് വിൽക്കുന്ന അവസ്ഥ, വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥ, എത്രയോ ഖേദകരമായ വ്യാപകമായ കണക്കുകളാണ് പുറത്തു വരുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അതുകൊണ്ട് കോച്ചിങ് സെൻറ്ററുകളായാലും ട്യൂഷൻ സെൻറ്ററുകളായാലും അല്ലെങ്കിൽ ഇത്തരം പരസ്യങ്ങളൊക്കെ നോക്കിയാൽ മോഹന വാഗ്ദാനങ്ങൾ അതിലുണ്ട്. അതൊരു പക്ഷേ അതിൽ പോയി പെടുന്ന ഒരു 5-10% ആളുകൾക്കായിരിക്കാം ആ ഒരു അച്ചീവ്മെൻറ്റ് അവർ ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുക. പക്ഷേ ബാക്കി 95% ആളുകളുടെയും ജീവിതം ഇങ്ങനെ ഒരു ഗാംബ്ലിങ് പോലെ, ഒരു ചൂതാട്ടം പോലെ, ഒരു ഭാഗ്യപരീക്ഷണം പോലെ കളയാനുള്ളതാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. ഞാനൊരു ഡിസ്ക്ലൈമർ പറയുകയാണ്. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്കൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാനോ ഏതെങ്കിലും സ്ഥാപനത്തെ ഇകഴ്ത്താനോ ഒന്നുമല്ല. മറിച്ച് ധാരാളം ആളുകൾ കടത്തിലും വീടില്ലാതെയും ഒക്കെ ആകുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ, വല്ലാതെ സ്ട്രെസ്സ് കൂടുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുകയും ആ ലോൺ എടുത്ത് പഠിച്ച വിദ്യാഭ്യാസത്തിന് ശേഷം പ്രവേശിച്ച ജോലി, ആ ജോലിയിൽ ഈ പലിശ പോലും അടയ്ക്കാനുള്ള വരുമാനം ഇല്ലാതെ നെട്ടോട്ടം ഓടുന്ന ധാരാളം ആളുകൾ. ക്ഷമിക്കണം, ഇന്ന് സമൂഹത്തിൽ ഹൈ സ്റ്റാറ്റസ് എന്ന് കരുതുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പോലും വളരെ മോശം പണിക്ക് പോകുന്നതായിട്ട് പലപ്പോഴും ചികിത്സാ മേഖലയിൽ ഇരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഖേദകരമായ കാര്യമാണ്. സമൂഹത്തിനോട് പറയാൻ
വേണ്ടാന്ന് വിചാരിച്ചിട്ടും പറഞ്ഞില്ലെങ്കിൽ ഒരു വഞ്ചനയാകരുത് എന്ന് കരുതിയിട്ട് ഞാനിത് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എന്താണോ പടച്ചവൻ തന്ന വിഭവങ്ങൾ അതിൽ നിന്നുള്ള വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. സൗജന്യ വിദ്യാഭ്യാസത്തിന് ഉള്ള സംവിധാനങ്ങൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്തുക. ഇനി അതല്ല എങ്കിൽ ഹോം സ്കൂളിങ്ങും മറ്റുമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി മികച്ച വിദ്യാഭ്യാസം കൊടുക്കുകയും എന്തെങ്കിലും ഒരു തൊഴിൽ അധിഷ്ഠിത ഒരു സ്കില്ല് ഡെവലപ്പിംഗ് മേഖല അവർക്ക് അതിഷ്ടമാണെങ്കിൽ അതിലേക്ക് വിടുക. ഞാൻ കുറേ ചെറുപ്പക്കാരെ കണ്ടു, അവർ ITI കഴിഞ്ഞ സമയത്ത് അവർക്ക് റോബോട്ടിനോട് താല്പര്യം വന്നിട്ട് അവർ റോബോട്ടിനെ ഡെവലപ്പ് ചെയ്യുകയും തിരുവനന്തപുരത്തെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ITIയിലെ ഈ ചെറുപ്പക്കാർ റോബോട്ടിനെ ഉണ്ടാക്കി അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കുറേ പഠിക്കുന്നതിലല്ല, താല്പര്യത്തോടു കൂടി മനസ്സിലാക്കി അറിഞ്ഞ് പഠിക്കുന്നതിലാണ് കാര്യം. അതിന് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് വർഷം പഠിച്ചൊരു സാധനം അത് എത്ര പേർക്ക് പ്രയോജനപ്പെടും എന്ന് അറിയില്ല. പക്ഷെ നിങ്ങളുടെ സ്കില്ല് തീർച്ചയായും ഇൻഷാ അല്ലാഹ് അത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാൻ വേണ്ടി പടച്ചവൻ തന്നതാണ്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കൊരു നല്ല സ്കില്ലുണ്ടെങ്കിൽ പലപ്പോഴും സർട്ടിഫിക്കറ്റ് അവിടെ ഒരു മാനദണ്ഡവുമല്ല. അതുകൊണ്ട് ഏത് മേഖലയായാലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണം. നിങ്ങൾക്ക് ശുദ്ധമായ വരുമാനം വേണം. ബാധ്യതയാകുന്ന പലിശയിലേക്ക് തൊടുന്ന ഒരു തരത്തിലേക്ക് ദയവ് ചെയ്ത് ആരും പോയി കുടുങ്ങരുത് എന്നതാണ് എൻ്റെ എളിയ അപേക്ഷ.